നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വീട്, നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ലൊരു ലൊക്കേഷനിലാണ്, നല്ലൊരു പ്രൈസിലുമാണ് ഈ ഒരു വീടിന്ന് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ട് സ്ഥലം മനസ്സിലാവണമെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് 5.7 കിലോമീറ്റർ. നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ മുട്ടവും ആലുവയിലേക്കും ഒക്കെ സെയിം ഡിസ്റ്റൻസ് ആണ്, 6.8 കിലോമീറ്റർ. പുക്കാട്ടുപടിയിലേക്കാണെങ്കിൽ 3.6 കിലോമീറ്റർ. ഇടപ്പള്ളി ഭാഗത്തേക്ക് 12. കളമശ്ശേരി സൈഡ് നോക്കുവാണെങ്കിൽ കുസാറ്റിലേക്ക് 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇൻഫോ പാർക്ക് കളക്ടറേറ്റ് ഒക്കെ പോകണമെങ്കിൽ 12 കിലോമീറ്ററും. എയർപോർട്ടിലേക്കാണ് ഏറ്റവും ഈസി, 14 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എയർപോർട്ട് എത്താം. ലാൻഡ് അളവൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. 3,600 സെന്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 1,750 സ്ക്വയർ ഫീറ്റ്, ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ, യൂട്ടിലിറ്റി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ആ ഒരു പുറത്തുനിന്നുള്ള ലുക്ക്, എലിവേഷൻ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. എലിവേഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. എലിവേഷൻ കണ്ട സ്ഥിതിക്ക് നമുക്ക് റോഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള നല്ലൊരു സേഫ് ആയിട്ടുള്ള റോഡാണ്. നമുക്ക് രണ്ട് സൈഡിൽ നോക്കിയാൽ കാണാം, നിറയെ വില്ലകളാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് രണ്ടായിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ്. വീടിനും മതിലിനും ഒക്കെ ഒരേ കളർ പെയിന്റ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് എളുപ്പം കയറി കൂടുന്ന ഒരു എലിവേഷനാണ് വീടിന് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, ബ്രിക്ക് മോഡൽ വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് വീടിന്റെ എലിവേഷൻ വളരെ ഭംഗിയാണ്. ടോപ്പ് പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഷേപ്പ് വരുന്നിടത്ത് ഷ്രിങ്കിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ലൊരു റൗണ്ട് ഡിസൈൻ ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് സ്ലൈഡ് ചെയ്ത് തുറന്നാൽ നേരെ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്കാണ് എൻട്രി ചെയ്യുന്നത്. ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള ആ ഒരു ചെറിയ സ്റ്റോൺസ് തന്നെയാണ്, കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. രണ്ട് ഭംഗിയായ പില്ലറുകൾ കിട്ടുന്നുണ്ട്. കാർ പോർച്ചിന്റെ താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ എഡ്ജിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്ന് നോക്കുമ്പോൾ അകത്തെല്ലാം തന്നെ ടെക്സ്ചർ വർക്കാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ നോക്കിയാൽ കാണാം, ചെറിയ ബോക്സുകൾ കൊടുത്തിട്ട് അതിനകത്തെല്ലാം തന്നെ ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇത് വീടിന്റെ ബാക്ക് സൈഡ് ആണ്. കിച്ചണിന്റെ ഡോർ ഇവിടെയുണ്ട്. ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് കടന്നു വരുന്നത്. ഇവിടെയും നല്ല ടൈൽ വിരിച്ചിട്ടുണ്ട്. ഏരിയ സ്പേഷ്യസുമാണ്. വീടിന്റെ സിറ്റ് ഔട്ട് ഇതാണ്. നല്ല ഭംഗിയായിട്ട് ഗ്രേ കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന റൂഫിൽ കാണുന്ന പോർഷനെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ്. ഞാൻ നിൽക്കുന്നതിന്റെ മുകളിൽ നോക്കിയാലും ഭംഗിയായിട്ട് തന്നെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നമുക്കൊരു 3 ചെയറുകളൊക്കെ ഇടാനുള്ള അത്രയും ഒരു സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, നിറയെ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. നല്ല സ്ട്രോങ് ആയിട്ടും നല്ലൊരു വീതിയുള്ള കട്ടളപ്പടിയിലും ഒക്കെയാണ്, ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് മരങ്ങൾ വരുന്നത്. നമുക്ക് വീടിന്റെ ദർശനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോർ വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തെ വിശേഷങ്ങൾ അറിയാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറിന് അടുത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ബ്രൗൺ കളർ ഡിസൈൻ വരുന്ന നല്ലൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. മെയിൻ ബോർഡ് വന്നിട്ട് ബ്ലാക്ക് കളർ ആണ്. അതിന്റെ ബാക്കിലൊക്കെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളാണ്. ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരു വലിയ ഹെവി ആയിട്ട് തന്നെയാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മിഡിൽ പോർഷനിൽ ഫുള്ള് പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്.
സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമുക്ക് ലിവിംഗ് സ്പേസ് ചില വീടുകളിലൊക്കെ ചെറുതായിരിക്കും. ഇത് നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ എൻട്രൻസ് നോക്കുവാണെങ്കിൽ ഉടനായിട്ട് തന്നെയാണ് മുകളിലൊക്കെ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് കാണാം. ഫുഡ് ലാംപ്സ് അവിടെ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കാണാം, ഭംഗിയായിട്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഭാഗത്തായിട്ട് നമുക്ക് വലിയ വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ അതിന്റെ താഴെ നോക്കുവാണെങ്കിൽ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ആ ഒരു വോൾ ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെയായിട്ട് നമുക്ക് കബോർഡ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല സ്റ്റൈൽ ആയിട്ടാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. ഫ്ലോർ ടൈലിന്റെ സെയിം തന്നെയാണ് നമുക്ക് അവിടെയും ആ ഒരു വെച്ചിരിക്കുന്ന സർഫേസിൽ വിരിച്ചിരിക്കുന്നത്. ബാക്കിൽ നല്ലൊരു മിറർ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇടയിലൂടെയൊക്കെ സ്റ്റീൽ ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് സ്പേസ് ഇതാണ്. നല്ല നീളത്തിലും വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 13 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിന് കൊടുത്തിരിക്കുന്നത്. വലിയ ടേബിൾ ഒക്കെ ഇടാനായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഇവിടെ. റൂഫ് നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ വരുന്ന ഭംഗിയുള്ളൊരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ കൂടുതലും വരുന്നത് പാനലിംഗ് വർക്കുകളാണ്, അല്ലാതെ ഡിസൈനുകൾ വരുന്നുണ്ട്. ചെറിയ സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഡിസൈനുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. കിച്ചൺ ഓൾറെഡി നിങ്ങൾ കാണുന്നുണ്ട്. കിച്ചണിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10 അടി വീതിയുമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം കാണാൻ പറ്റുന്നത്. വളരെ ഭംഗിയായിട്ട് ഒരുപാട് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കബോർഡുകൾ വരുന്നുണ്ട്. നമുക്ക് വാർഡ്രോബുകളുടെ മിഡിൽ പോർഷനിലായിട്ട് 2 വിൻഡോ കിട്ടുന്നുണ്ട്. താഴെയും മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ വരുന്നുണ്ട്. ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തെ വോൾ നോക്കിയാലും ഇവിടെയും കുറച്ച് ഡിഫറെന്റ് ആയ മോഡലിലാണ് വിൻഡോസ് വരുന്നത്. നല്ല രീതിയിലെ വർക്കുകളും വാൾപേപ്പറും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ടേബിൾ ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്, പക്ഷെ ഭംഗിയായിട്ടാണ് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിലാണ്. നല്ലൊരു മിററും ഇവിടെ ഒരു ഡ്രോയും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സിംബോളോ വഴിയാണ് ടൈൽസ് ഒക്കെ ബാത്റൂം ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബാത്റൂമാണ്, സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന അപ്രോച്ച് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. എൻട്രൻസ് തന്നെ വളരെ ഭംഗിയായിട്ടാണ്. 2 സൈഡിലും ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ക്രോക്കറി ഷെൽഫ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്തൊക്കെ LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന്റെ ഭാഗമൊക്കെ വന്നിട്ട് നമുക്ക് വുഡൻ ആയിട്ടാണ്. താഴെ നല്ല ഡിസൈൻ വരുന്നുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ നല്ല 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഹാങ്ങിങ് ഫ്ലവർ ബക്കറ്റ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ഫെസിലിറ്റി കൂടി മുകളിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നേരെ സ്ട്രേറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെയായിട്ട് എലിക്കയുടെ ഒരു ഹൂഡും പോകുമല്ലോ. കിച്ചണിലേക്ക് നേരെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിമ്മിണി കിട്ടുന്നുണ്ട്. എലിക്കയുടെയാണ് ചിമ്മിണി വെച്ചിരിക്കുന്നത്. അതിന് താഴെ 2 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അവിടെ തന്നെയാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷനൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾക്കുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടൊരു വർക്ക് അവിടെയും കിട്ടുന്നുണ്ട്. LED സ്ട്രിപ്പുകളൊക്കെയാണ് അവിടെയും ഇട്ടിരിക്കുന്നത്. കിച്ചണിൽ നമുക്കൊരു 4 പേർക്കൊക്കെ വരെ 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസും ഉണ്ട്. വളരെ ഭംഗിയായിട്ടാണ് കിച്ചണിനകത്തുള്ള ആ ഒരു വാർഡ്രോബുകളും ക്യാബിനറ്റ്സിന്റെ ഒക്കെ കളറുകളൊക്കെ നോക്കുവാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വരുന്ന വഴിക്കെല്ലാം നിറയെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വലിയൊരു ലെങ്തി ആയിട്ടും വിത്തായിട്ടും ഉള്ളൊരു വലിയൊരു ഹാളിൽ തന്നെയാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. TV വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. L ഷേപ്പിലാണ് ക്യാബിനറ്റ്സ് ഒക്കെ വരുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും വരുന്നുണ്ട്. മുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ്. ഷോ ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ റൂഫ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. പാനലിംഗ് വർക്കുകളാണ് കൂടുതലും വരുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്.
സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന ആദ്യത്തെ ഭാഗത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരു സ്റ്റാൻഡിനകത്ത് ഹാങ്ങിങ് ലൈറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റുകൾ ഒരുപാടാണ് കൊടുത്തിരിക്കുന്നത്. വോളിന്റെ ഈ ഭാഗത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഡെക്കോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. രണ്ടും മിറർ ആണ് ആക്ച്വലി ഇത് വരുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഡിസൈനിലുമാണ് അവർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകൾ, യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് കാണാനുള്ളത്. TV യൂണിറ്റ് നിങ്ങൾ കണ്ടു. അതിനടുത്തായിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ റൂമാണ് യൂട്ടിലിറ്റിക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മുകളിലൊക്കെ ചെറിയ ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ലൈഡിംഗ് ആയിട്ട് വിൻഡോ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്നാൽ മറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ സ്റ്റെയർ കേസ് കാണാം. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ എൻട്രി ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം ഡിറ്റോ തന്നെയാണ് ഇവിടെയും. വാർഡ്രോബുകൾ ഇവിടെ വരുന്നുണ്ട്. അതിന്റെ ആ ഒരു സ്പേസിലായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. ഈ ഒരു വോളിൽ വേറെ 2 വിൻഡോസും വേറെ 4 വിൻഡോസ് ആണ് വരുന്നത്. ഭംഗിയുള്ള ഡിസൈനിൽ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. റൂഫിലും സെയിം ഡിസൈൻ പാറ്റേൺ ഒക്കെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം മോഡൽ തന്നെയാണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂം ആണിത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോള് കംപ്ലീറ്റ് ഭംഗിയുള്ള ഡിസൈനിലാണ് വർക്കുകൾ വരുന്നത്. വിൻഡോസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനുകളിലൊക്കെ ചെറിയ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ലൈറ്റ് ഫിറ്റിംഗ്സുമാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബാത്റൂമിനകത്ത് ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആണ്. ബ്രൗൺ കളർ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ജെറയിലും ജിംബോളയിലും ഒക്കെ മാറി മാറിയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് വിൻഡോ വരുന്നുണ്ട്. വിൻഡോയുടെ മിഡിൽ പോർഷൻ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ വാർഡ്രോബുകൾ കണ്ടു. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഡ്രോസും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബാൽക്കണി പോർഷൻ കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. ഹാൻഡ് റൈൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലൊക്കെ മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. നല്ലൊരു പ്ലാന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതുപോലെ റൗണ്ടിൽ നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത്. റൂഫ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. റൂഫിലെ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ്. ഹാൻഡ് റൈൽസും എല്ലാം കൊടുത്ത് നല്ലൊരു ബാൽക്കണി സേഫ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ എടത്തലയിലാണ്. പുക്കാട്ടുപടിയിലേക്കും ആലുവയിലേക്കും ഇടപ്പള്ളിയിലേക്കും അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് ഏറ്റവും ഈസിയാണ്. എല്ലാ ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താവുന്ന ഒരു സ്ഥലമാണ് ഇടത്തല എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ലൊരു റോഡും നല്ലൊരു നൈബേഴ്സും ഒക്കെ ഉള്ള നല്ല ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3,500 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1,750 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ കൂടാതെ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3.5 സെന്റ് ഓഫ് ലാൻഡിൽ 1,750 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. നല്ലൊരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 89 lakhs ആണ്. 89 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ മാർബിൾ ഹോംസ് തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും ഡിലേ വെക്കേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.